ലീല ടിപ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പം നമ്മളിന്ന് ഞായറാഴ്ചയൊക്കെ ആയിട്ട് തൊടുപുഴ വരെ പോകാനായിട്ട് ഇറങ്ങിയതാണ്. തൊടുപുഴയ്ക്ക് വന്നു പറഞ്ഞാൽ ഒരു കല്യാണത്തിൻ്റെ റിസപ്ഷൻ ഉണ്ട്, അതിന് വേണ്ടിയിട്ട് പോവുക. നമ്മളിവിടെ ചെറുതോണി അല്ലേ? ചെറുതോണി പ്രളയം കഴിഞ്ഞിട്ടുള്ള ആറ്റിലെ കാഴ്ചകളൊക്കെ കണ്ടിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടോ കിടക്കുന്ന കുറേ സാധനങ്ങൾ ഇതുവഴി വല്ലപ്പോഴും വരുന്നുള്ളൂ. എന്നാലും ഇതുകൊണ്ട് കടൽ തീരത്തൊക്കെ കടൽ ഭിത്തിയൊക്കെ കെട്ടുന്ന സാധനമൊക്കെ കൊണ്ടിട്ടേക്കുന്നുണ്ട്. ഇതൊക്കെ ആ പ്രളയകാലത്തെങ്ങാണ്ട് കൊണ്ടിട്ടോ കേട്ടോ. അത് കടൽ തിരമാല കയറി വരാതിരിക്കാനായിട്ട് കടൽ തീരത്ത് ഇടുന്ന സാധനമാണ്. സ്റ്റാർ കൊല്ലി അതൊക്കെ ഇവിടെ കൊണ്ടിട്ടിട്ടുണ്ട്. അതൊക്കെ പണ്ട് പ്രളയത്തിൽ കൊണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നത്. ഇടുക്കി അതെ ഇടുക്കി ഈ മഴക്കാലമായി കഴിഞ്ഞാൽ പിന്നെ ഇടുക്കിക്ക് ഭയങ്കര സൗന്ദര്യമാണ്. അതുകൊണ്ടോ കാർമേഘങ്ങൾ കയറി മൂടി വരുന്നുണ്ട്. മഴ മൂടലാണ് മൊത്തത്തിൽ. അതെ ഇങ്ങോട്ട് വന്ന വഴിക്കെല്ലാവേ ഇത് മാങ്ങമരം പൂത്ത് നിൽക്കുന്ന കണ്ടില്ലേ? ചെറുതോണി പുതിയ പാലം വലിയ പാലം വലിയ പാലം. പക്ഷെ മറ്റേ ചെറിയ പാലം കാണുമല്ലേ? നല്ല പൊക്കമല്ലേ? അതെ ആ പരസ്യത്തിൽ ആ പെണ്ണെ കണ്ണ് മൂടി വെച്ചേക്കുന്നു. കണ്ണടച്ച് വിശ്വസിക്കാന്നല്ലേ, കണ്ണ് തുറന്ന് വാങ്ങിക്കാം. ഇവിടുന്ന് വലത്തോട്ട് പോയ എറണാകുളം, നേരെ പോയ തൊടുപുഴ, വലത്തോട്ട് പോയ അടിമാലി, അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇതാ കേട്ടോ ഇടുക്കി മെഡിക്കൽ കോളേജിലോട്ട് കയറുന്ന വഴിയാണ് കേട്ടോ. ഞാനും കുഞ്ഞിയും കോപ്പിയും കൂടെ ഈ കാർ എടുത്തുകൊണ്ട് ഇതിലെ വന്നപ്പോൾ ഇതിലേക്ക് വരുന്നതായിരുന്നു. ഇതിലെ വന്നിട്ടില്ലല്ലോ അല്ലേ? ഇതിൽ വന്നിട്ടുണ്ട്, നമ്മൾ ഇതിലെ വന്നത് പോയതും. മഴയും കൂടെ ആയി കഴിയുമ്പോഴത്തേക്കില്ലേ ഇടുക്കി കാണാൻ നല്ല രസമല്ലേ? ഫുൾ പച്ചപ്പല്ലേ, നല്ല രസമാണ് പോകാനേ. മഴയും കൂടെ ആകുമ്പോഴത്തേക്കിനും ഇപ്പൊ ഒരു മഴ പെയ്യാനുള്ളൊരു ഇതിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. മഴക്കാറുണ്ട്. ഇവിടുന്ന് തൊടുപുഴയ്ക്ക് സാധാരണ നമ്മൾ മൂലമറ്റം വഴിയല്ല പോയിക്കൊണ്ടിരിക്കുന്നത്. നമുക്ക് വേറെ വഴിയുണ്ട്, ഉപ്പൂന്ന് വഴിയൊക്കെ കയറി പോകുന്നൊരു വഴിയുണ്ട്. അത് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്നിട്ട് തിരിഞ്ഞ് പോകും, ചെറിയ വഴിയാണ്. അതുകൊണ്ട് നമ്മൾ ഈ കാട്ടുവഴി പോകുന്ന വഴിക്കാണ് കേട്ടോ ഇവിടുത്തെ കളക്ടറേറ്റൊക്കെ ഇരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളെ തൊടുപുഴ റൂട്ടിലാണ് വന്നിരിക്കുന്നത് ഇടുക്കിയിൽ നിന്ന്. അപ്പോൾ ഇവിടുന്ന് വലത്തോട്ട് പോയി കഴിഞ്ഞാൽ പോകുന്ന വഴിയുണ്ടോ? ഇതിലെ പോയി കഴിഞ്ഞാൽ ഉപ്പുകുന്നെന്ന് പറയുന്ന സ്ഥലമുണ്ട്. ഉപ്പുകുന്ന് നല്ലൊരു വ്യൂ പോയിന്റ് ഒക്കെ ഉണ്ട്. നമുക്ക് അവിടെ ഒന്ന് പോയി നോക്കിയിട്ട് മഴ തുടങ്ങി അവിടെ ചെന്നിട്ട് വല്ല വ്യൂ ഒക്കെ ഉണ്ടോ നോക്കി അതിലേ പോകാമെന്ന് നോക്കാം. നല്ല രസമുണ്ട് കേട്ടോ. ഈ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാലേ നമുക്ക് ഈ ഇടുക്കിയിൽ താമസിക്കുന്നവർക്ക് ഈ എന്നാ പറയുന്നത്, നഗരത്തിൻ്റെതായ യാതൊരുവിധ ശല്യങ്ങളും ഇല്ലല്ലേ? എന്നും കാടും മലയും കുന്നും കാണാല്ലേ, അതല്ലേ ഉദ്ദേശിച്ചത്? അത് മാത്രമല്ല, അങ്ങനെയല്ല, നമ്മളെപ്പോഴും നല്ല വായു, നല്ല വെള്ളം, അങ്ങനെ നല്ല ഒരു അന്തരീക്ഷത്തിലല്ലേ താമസിക്കുന്നത്. ഇടയ്ക്കിടയ്ക്ക് അല്ലാത്ത അന്തരീക്ഷത്തിൽ പോയാലും കുഴപ്പമൊന്നും ഇല്ല. അത് വല്ലപ്പോഴും ഒക്കെ കൊണ്ടുപോവാം. തൊടുപുഴ ചെല്ലുമ്പം അല്ലാതെ ഒരു അന്തരീക്ഷം കണ്ടിട്ട് പോകാം. ഈ ശരിക്കും അതേറെ മരങ്ങളാ അല്ലേ? മരങ്ങളും മുഴുവൻ വനങ്ങളും. നമ്മളിപ്പോ വന്നത് തന്നെ എത്രയോ കിലോമീറ്റർ വനത്തേക്കൂടെ അല്ലേ? രണ്ട് സൈഡും മഴ ചാറി, അതുകൊണ്ടാ മഞ്ഞ് കയറി. അവിടെ ഒന്നും കാണത്തില്ലല്ലോ, അവിടെ മഞ്ഞ് കയറി അല്ലേ? അത് ഫുള്ള് കണ്ടോ, മലയെല്ലാം മഞ്ഞ് മൂടി നിൽക്കുക. എങ്ങനെയുണ്ട് ഉപ്പുകുന്ന് വ്യൂ പോയിന്റ്? എങ്ങനെയുണ്ട്? എന്നാ വലിയ കൊക്കയാ നോക്കി. ആണോ അതിന്റെ മേളിൽ കയറി നിൽക്കുന്നത്? ഇവിടെ ഇത്രേ ഉള്ളൂ. അല്ല ഞാൻ കേറും. ആ സൈഡ് പറഞ്ഞ പോലെ അല്ലേ? വ്യൂ അല്ലേ ഇത്? മഴ പെയ്ത് കഴിയുമ്പോഴത്തേക്ക് ആ നിൽക്കുന്ന ആ പാറയില്ലേ, ആ പാറ കംപ്ലീറ്റ് വെള്ളം മൊത്തം പച്ചപ്പാവും. ഹൈറ്റല്ലേ? പിന്നെ നല്ല അടിപൊളി വ്യൂ ആകട്ടോ ഇവിടെ. മഞ്ഞും മഴയൊക്കെ ആയതുകൊണ്ടേ മഞ്ഞ് കയറാൻ തുടങ്ങി. അങ്ങോട്ട് കയറി പോകാൻ തോന്നുന്നു കേട്ടോ. അതിലെ അങ്ങോട്ട് നടന്നു പോകാം. നമുക്ക് വേണം അങ്ങോട്ട് കുറച്ചു നേരം ഒന്ന് പോയി നോക്കാം കേട്ടോ. നല്ല വ്യൂ ആണെന്ന് തോന്നുന്നു, നല്ല രസമാണ്. മഴ പെയ്താൽ എന്നാ ചെയ്യും? മഴ പെയ്താൽ പെയ്യുമല്ലായിരിക്കും. എങ്ങനെയുണ്ട് ഉപ്പുകുന്ന് വ്യൂ പോയിന്റ് കണ്ടിട്ട്? എങ്ങനെയുണ്ട്? കൊള്ളാം. നമ്മളാ മറ്റേ പരുന്തമ്പാറ ചെന്നിട്ടേ മേളിൽ നിന്നിട്ട് താഴോട്ട് നോക്കിയില്ല എന്ന് പറഞ്ഞ പോലെ മേളിൽ നിന്ന് നോക്കുമ്പോഴേ അതിന് ഹൈറ്റാ അല്ലേ? നല്ല ഹൈറ്റിലാ.
ഉണ്ട്. അവിടെയൊക്കെ താഴെയൊക്കെ ആൾത്താമസമുള്ള സ്ഥലങ്ങളാണ് കേട്ടോ. അക്കരൊക്കെ ഭീകരത എറിയണ ശരിക്കും ഇവിടെ നിൽക്കണം കേട്ടോ. എത്ര 1000 അടി താഴെയാന്ന് നോക്കി. എങ്ങനെയുണ്ട്? നല്ല പച്ചപ്പായല്ലേ. മഴ പെയ്തപ്പോഴത്തേക്കിനുമേ നല്ല രസമായി. ശരിക്കും ഇത് വനപ്രദേശമല്ലേ? താഴെയെല്ലാം ആൾത്താമസമുണ്ട്. ഇത് നമ്മൾ ഇടുക്കി വഴി ഇങ്ങോട്ട് വരുമ്പോൾ കയറി വരുന്നതല്ലേ. നല്ല വ്യൂ ആട്ടോ. അറിയത്തില്ലേ ഇതിലെ കുറച്ചുകൂടെ അങ്ങോട്ട് പോയി നോക്കണം കേട്ടോ. അവിടെ അങ്ങോട്ട് പോകണം, എന്നാലേ കുറച്ചുകൂടെ കാണാം. ആ സൈഡ് കണ്ടോ, ഇതിൽ ഹൈറ്റ് കൂടുതലാണ്. അവിടെ ഭാഗത്ത് നിന്ന് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു താഴെഭാഗം പിന്നെ തൊടുപുഴയോ പിന്നെ മുലമറ്റോ ആ ഭാഗമൊക്കെ കാണാമെന്നാണ് പറഞ്ഞത്. താഴോട്ട് ഇവിടെ ഇത്രയും ഭാഗം നിരപ്പ്, അത് കഴിഞ്ഞിട്ടാ കുഴി. നോക്കി നോക്കി പോരെ. പേടിക്കാനുള്ളതൊന്നുമില്ല, സൂക്ഷിച്ചങ്ങ് പോയാൽ മതി. അതെന്നാന്നറിയോ, ഇതാണ് മറ്റേ പെരയ്ക്കകം തൂക്കുന്ന ചൂലുണ്ടാക്കല്ലേ, ചുറ്റീന്തല്ലേ, ഇങ്ങനത്തെ ചൂലില്ലേ. ഇഷ്ടംപോലുണ്ട്. ഇതിന് മുള്ളുണ്ട് കേട്ടോ. അതുകൊണ്ട് പിന്നെ ഈന്തെല്ലാം മുള്ളുള്ള അത് വെച്ച് കുത്തി നോക്കുക. ഇങ്ങനെ പിടിച്ചപ്പോ വളയുന്നുണ്ട്, ഇങ്ങനെ ഇറങ്ങുന്നു. അത് കൊള്ളാം. ഇത് കണ്ടോടാ പുന്നമരം. ഇതാ പുന്ന. നമ്മുടെ എവിടെയെങ്കിലും ഇപ്പൊ ഇത് കാണാൻ പോലും. നേരത്തെയൊക്കെ എന്തോരം ഉണ്ടായിരുന്നു. ഞാൻ ആ കുന്നിന്റെ മേളി വരെ പോയി നോക്കി കേട്ടോ. അവിടെ നിന്ന് കഴിഞ്ഞാൽ അപ്പുറത്തോട്ട് നല്ലപോലെ കാണാം. പക്ഷെ മഞ്ഞ് മൂടൽ പോലെ കയറി വന്നത്. അങ്ങ് മലയിലോട്ട് നോക്കിക്കേ, അക്കരെ ഉണ്ടോ ഉരുള് പൊട്ടി വന്ന പോലെ ഒരുപാട് താഴോട്ട്. ഉരുള് പൊട്ടിയതാ, കണ്ടിട്ട് അങ്ങനെയാ തോന്നുന്നു. അത് കണ്ടോ, പഴയകാലത്തൊക്കെ അതിലൊക്കെ ഉള്ള മരങ്ങളും ഒക്കെ താഴോട്ട് ഇരുന്ന് പോകുന്നതൊക്കെയാ. ഇങ്ങനെ നോക്കുമ്പോ ഓരോ മലയിൽ കൂടെ ഓരോ വീടുകളൊക്കെ മാത്രം കണ്ടോ. അതോ അത് തൊടുപുഴയ്ക്ക് പോകുന്ന വഴിക്ക് ആ ഭാഗത്ത് ഇവിടെയുള്ള ഏതോ ഫാക്ടറി ഒക്കെയാണ് കാണുന്നത്. ഫുള്ള് പച്ചപ്പായി മൊത്തം. അങ്ങോട്ടാണേലും നോക്കി അധികം കെട്ടിടങ്ങളൊന്നും കാണാനില്ല, ഇടയ്ക്ക് 1-2 ഒക്കെ അല്ലേ ഉള്ളൂ, ബാക്കി ഫുള്ള് മഞ്ഞായി. ആ സൈഡ് മഴ പെയ്യുന്നുണ്ട്. അതാ കുഞ്ഞിക്ക് മുട്ടിന് പ്രശ്നമാണെന്ന് പറഞ്ഞ് കുഞ്ഞി ഇരിക്കുക കേട്ടോ. മുട്ടിന്റെ പ്രശ്നം മാത്രമല്ല, മുടി വെട്ടിയത് കൊണ്ട് 2 പേർക്കും ഭയങ്കര മടിയായി ഇപ്പൊ വെളിയിൽ ഇറങ്ങാൻ. വണ്ടിക്കകത്ത് തന്നെ ഇരിക്കാനാ നോക്കുന്നത്. എന്നെ അവിടെ ചെന്നിട്ട് വെളിയിലോട്ടൊന്നും ഇറങ്ങാൻ വിളിച്ചേക്കരുതെന്ന്. എന്നെ പണിയാ കാണിച്ചേ. പൊന്നുപോലെ വളർത്തിക്കൊണ്ട് വന്ന മുടി കൊണ്ട് ഇന്നലെ കുളവാക്കി. വ്യൂ പോയിന്റിലാ വന്നത് കേട്ടോ. ഇതല്ലേ ഉപ്പൂന്ന് വ്യൂ പോയിന്റ്. ഇവിടെ ഒത്തിരി പേര് വരുന്നുണ്ട് കാണാനായിട്ട്. ഒത്തിരി പേരുണ്ട്. ഒന്ന് ഞായറാഴ്ചകളൊക്കെ ആയതുകൊണ്ട് തിരക്കുണ്ട്. നമുക്ക് ഇതിലെ പോയി കഴിഞ്ഞാണല്ലോ ഈ പോകുന്ന വഴി നേരെ തൊടുപുഴ പോകാം. പക്ഷെ ഇത് ഉടുമ്പന്നൂര് ഒക്കെ ചെന്നിട്ടാ പോകുന്നത്. അപ്പൊ നമുക്ക് മൂലമറ്റത്തുനിന്ന് ഒരാൾ കൂടി ഇല്ല നമ്മുടെ കൂടെ വരാൻ. അപ്പൊ പിന്നെ നമുക്ക് തിരിച്ച് ഈ വഴി തന്നെ പോവാം. കാരണം ഇതിലെ പോയി കഴിഞ്ഞാൽ മൂലമറ്റം ജില്ലയാണ്. ഉടുമ്പന്നൂർ ആ വഴിയൊക്കെ ചെന്ന് പോകുന്നത്. നമുക്ക് തിരിച്ച് ഇറങ്ങി പോയിട്ട് വന്ന വഴി തന്നെ പോകാം. വന്ന വഴിക്ക് തന്നെ നമുക്ക് തിരിച്ചു പോകാം. അത് കാണുന്നത് ഡാമല്ലേ? അതാണ് കുളമാവ് ഡാം ആ കാണുന്നത് കണ്ടോ. പക്ഷെ അതിന്റെ മേലെ കൂടെ വണ്ടി പോകുന്നുണ്ടല്ലോ. അതിന്റെ മേലെ കൂടെ വണ്ടി പോകുന്നേ. കുളമാവ് ഡാമിന് മേലെ കൂടെ നമ്മള് വണ്ടി പോകുന്നത്. എല്ലാ വണ്ടി അതിലേ പോകുന്നത്. നമ്മളിപ്പോ പോകുന്നതിലെയാണോ? അതിലേ പോകുന്നത്. അതിന്റെ മേലെ കൂടെ പോകും. ഇത് പോയിട്ട് നമ്മൾ തിരിച്ചു വരുമ്പോൾ വലത്തെ സൈഡിൽ നിന്ന് നോക്കി കഴിഞ്ഞാൽ ആ ഡാം കാണാം. അപ്പൊ അത് കുളമാവ് ഡാം. പക്ഷെ ഇതെല്ലാം ആകെപ്പാടെ കൺഫ്യൂഷൻ ആട്ടോ. നമ്മൾ വീണ്ടും ഉപ്പൂന്ന് തിരിച്ച് നമ്മൾ മെയിൻ റോഡിൽ വന്നു കേട്ടോ. നമുക്ക് റൂട്ടിൽ പോകാം. ബോർഡൊക്കെ വെച്ചിട്ടുണ്ടല്ലോ. ബോർഡൊക്കെ ഉണ്ട്. ഇത് നമ്മൾ ഉടുമ്പന്നൂർ ഗ്രാമപഞ്ചായത്താണ് കേട്ടോ. ഈ ഭാഗം ഇവിടെ നിന്ന് താഴോട്ട് പോകുന്നത് നമ്മൾ അടുത്ത ഗ്രാമപഞ്ചായത്തിലോട്ട് കയറും. ഇത് കണ്ടോ, നല്ല ഇഷ്ടംപോലെ സാധനങ്ങൾ വഴി ഇതാ ഞാൻ ചോദിച്ചത്. വീട്ടിലെ നാടൻ സാധനങ്ങള്. നാടൻ പാവയ്ക്ക
കൊണ്ടു വെച്ചിട്ടുണ്ട്. നാടൻ പാവയ്ക്ക ഉണ്ട്, പിന്നെ ഇതേ നല്ല നാടൻ മാങ്ങയുണ്ട്, മൂവാണ്ടമാങ്ങ, പിന്നെ വഴുതനങ്ങ ഉണ്ട്, പിന്നെ ഇതാണ്ട പയറൊക്കെ ഇഷ്ടം പോലെ ഇരിക്കുന്നത്. നീലപ്പയർ നമുക്കുണ്ടായിരുന്നത്. ഇഞ്ചി വിത്തുണ്ട്. നമുക്കുണ്ടായിരുന്ന വഴിയിലത്തെ ഒരു കാര്യം ചെയ്യ്, ആവശ്യമുള്ള സാധനമൊക്കെ വാരി എടുത്തു രണ്ടുപേരും കൂടെ. ആള് കുറവാണോ ചേട്ടാ ഇപ്പം? ആള് ഇന്ന് അത്യാവശ്യം ഉണ്ട്. ഇവിടെ അടുത്താണോ വീട്? അതോ കുളമാവ് അല്ലേ? നല്ല ചുമല പയറാ കേട്ടോ, നല്ല അടിപൊളി പയറാ. എന്തേരം വേണം? ഇതിങ്ങനെ കെട്ടായിരിക്കും അല്ലേ? അല്ല, നമുക്ക് ആവശ്യമുള്ളത് വരും. കിലോ അല്ലേ? എന്നാ വില? 80. എന്തേരം വേണം? 1 കിലോ വേണോ? നല്ല പയറാ, 1 കിലോ എടുത്തു. 1 കിലോ വേണം. ആര് തിന്നും? നമ്മൾ കണ്ടിട്ടില്ല. നല്ല പയറാ. അത് കെട്ടിവെച്ച് തൂക്കിയിട്ടില്ല. 2 കിലോ നോക്കണം. 1 കിലോ മതി, ഒത്തിരി ആയ. എങ്ങനെയുണ്ടെന്ന് പുളി നോക്കി. നമ്മുടെ മലപ്പുറം കത്തിയാ കേട്ടോ. ശരി, ഇതിന് ഇച്ചിരി പുളി കൂടുതലാ. ആണോ? നല്ല ഫ്രഷ് മാങ്ങ. പുളി കഴിച്ച് നോക്കി അങ്ങനെ വന്നു. നല്ല അടിപൊളി മൂവാണ്ടമാങ്ങ. നല്ല മധുരമല്ലേ? പിന്നെ വേണ്ടേ? ഇതുണ്ടോ ചേട്ടൻ നല്ല കലാകാരനാണ് കേട്ടോ. ചേട്ടൻ ഇതെന്താ ഇത് ഉദ്ദേശിക്കുന്ന? ഫൗണ്ടനായിട്ട് ചെയ്തേക്കുന്ന അല്ലേ? മിനി ഫൗണ്ടൻ. ഇനി ഇതെല്ലാം നമുക്കുള്ള ചെടിച്ചട്ടികളല്ലേ? ഇത് ചെറിയ ഇൻഡോർ പ്ലാന്റിന് വേണ്ടി. ഇത് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതാണോ? വീട്ടിൽ തന്നെ. അപ്പൊ കൃഷിയും അത്യാവശ്യം കലാപരിപാടികളൊക്കെ ഉണ്ട്. കൃഷി കഴിഞ്ഞ പിന്നെ മഴക്കാലം ഈ വർക്കുമായിട്ട് പോകും. പച്ചക്കറിയൊക്കെ മഴക്കാലത്ത് ചെയ്യല്ലോ, അതൊക്കെ വേനൽക്കാലം അല്ലേ? പച്ചക്കറി 6 മാസം, ഈ വർക്ക് 6 മാസം. കുളമാവ്. അപ്പൊ കൊള്ളാം കേട്ടോ, നല്ല സാധനം, നല്ല രസമുണ്ട് കാണാനത്. ബാറ്ററി ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? വെള്ളമൊക്കെ ഇവിടെ കറണ്ട് ഇല്ലാത്തതുകൊണ്ട് ബാറ്ററി ചാർജ് ചെയ്ത് കൊണ്ടുവന്നുണ്ട്. ഇത് ഫുള്ള് സിമെന്റ് അല്ലേ ചെയ്തേക്കുന്നല്ലേ? എല്ലാം കംപ്ലീറ്റ് സിമെന്റ്. ചെടിച്ചട്ടി വല്ലതും വേണോ? കുളമാവ് ഡാമിന് മേളിലോട്ട് വരിക കേട്ടോ. ഇവിടെയാണ് വണ്ടികളെല്ലാം വന്ന് പോകുന്നത്. ഇഷ്ടംപോലെ ആളുണ്ട് കേട്ടോ. ഇവിടെ ഒരു ഇതുണ്ട്, ഇവിടെ ചെറിയൊരു പാർക്ക് പോലെയൊക്കെ ഉണ്ട് ഇതിനകത്ത്. കണ്ടോ, പാർക്ക്, ആൾക്കാർക്ക് ഇരിക്കാനുള്ള പാർക്കൊക്കെ ഉണ്ട്. എല്ലാം ക്ലോസ് ചെയ്ത് വെച്ചേക്കുക. ഇതാണ് ഞാൻ മുമ്പേ ചോദിച്ചത്. നമ്മളൊരു പാലത്തെ കൂടെ അല്ല, ഇതല്ലല്ലേ? മറ്റേ ക്രെയിനൊക്കെ കൊണ്ടുവന്ന് ഇവിടെ ഒരു സാധനം പണിതൊന്നല്ലേ? അതിനകത്ത് കിടപ്പുണ്ടാവില്ല. ഇവിടെ വണ്ടി നിർത്താൻ പറ്റുമോ? ഇവിടെ നിർത്താൻ പറ്റിയല്ല, പറ്റുവേലല്ലേ? ചെറുതായിട്ട് വേണം സ്ലോ ചെയ്യാം. ആൾക്കാരൊക്കെ നിന്ന് ഡാമിന്റെ വ്യൂ ഒക്കെ ആസ്വദിക്കുന്നുണ്ട്. അത് കണ്ടോ, അതല്ലേ നീ പറഞ്ഞേ? അങ്ങേറ്റത്ത് അത് വലിയ ബോട്ടൊക്കെ കിടക്കുന്ന അവിടെ. ബോട്ടിങ്ങിനുള്ള ബോട്ടിംഗ് ഒക്കെ ഉണ്ട് കേട്ടോ. ഇപ്പൊ ഇല്ലെന്നേ, വെള്ളം താന്നതുകൊണ്ട് ബോട്ടിംഗ് എല്ലാം നിർത്തി വെച്ചേക്കാം ഇവിടുത്തെ. അതല്ല, ഹൈക്കോടതിയുടെ ഏതാണ്ട് ഒരു ഓർഡർ ഒക്കെ ഉണ്ടെന്ന് പറയാനായിട്ട്. ഇവിടെയൊക്കെ പണിയൊക്കെ നടക്കുന്നുണ്ട്. കൊള്ളാല്ലേ, വെള്ളം താന്നു കഴിഞ്ഞപ്പോ നല്ല വ്യൂ അല്ലേ? നമ്മൾ കുളമാവ് ഡാമിന്റെ മുകളിൽ കൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. അതെ, ശരിക്കും പറഞ്ഞാൽ ഇടുക്കി ഡാമിനെ ഷട്ടർ ഇല്ലല്ലോ, ചെറുതോണിയല്ലേ? ചെറുതോണിക്കാ ഷട്ടർ ഉള്ളൂ. കുളമാവ് അല്ലേ നമ്മൾ നിൽക്കുന്ന? ഇപ്പൊ കുളമാവ്. ഇത് വെള്ളം കയറി കിടക്കുന്ന ഇടുക്കി വെള്ളമാണെന്ന് തോന്നുന്നു. ഇടുക്കിയിലെ വെള്ളമായിരിക്കും ഇതെല്ലാം കയറി കിടക്കുന്നത്. ഇടുക്കി ജലവൈദ്യുത പദ്ധതി ബോർഡുണ്ടല്ലേ? നല്ല രസമല്ലേ അവിടെ? നല്ല രസമായി കൊടുക്കണം. മൊത്തം പൂത്തല്ലേ? പൂത്തുലഞ്ഞു നിൽക്കുക, പൂത്തുലഞ്ഞു. തുമ്പച്ചി കുരിശുമല. നമ്മള് മൂലമറ്റം ഇറങ്ങി പോകുന്ന വഴി.
കണ്ട് ഇഷ്ടംപോലെ മാങ്ങാപ്പഴം. ഇതുണ്ടോ റോഡ് നടുക്കത്തെ കിണർ കണ്ടോ? അതിനകത്ത് വെള്ളം. ഇതാണ് റോഡ് നടുക്കത്തെ കിണർ. തൊടുപുഴയിൽ നിന്ന് കയറി വരുന്ന വലിയ വളവായത്. മൂലമറ്റത്തുനിന്ന് കയറി മൂലമറ്റം വന്ന് മൂലമറ്റത്തുനിന്ന് നമ്മൾ കുളമാവൊക്കെ പോകുന്ന വഴിയാണ്. എങ്കിലും ഈ റോഡിന്റെ നടുക്ക് എങ്ങനെ ഈ കിണർ വന്നു? അതിനെപ്പറ്റി ഒരു പിടുത്തമില്ല കേട്ടോ. നേരത്തെ കിണർ ഉണ്ടായിരുന്നതായിരിക്കും. അപ്പം സാധാരണ ഇങ്ങനെ റോഡ് പണിയൊക്കെ വരുമ്പം എന്നാ തടസ്സം ഉണ്ടല്ലോ അതൊക്കെ മാറ്റി കുടിവെള്ള സ്രോതസ്സാണ് അടക്കിയല്ല. ആണോ? പിന്നെ അങ്ങനെ ഉണ്ട്. നമ്മള് അങ്ങോട്ട് മുണ്ടക്കാൻ പോകുന്ന വഴിക്കൊക്കെ റോഡ് സൈഡിലുണ്ടല്ലോ കിണർ 2-3 ഇതിനകത്തൊന്ന് നോക്കിയേ വെള്ളം. നല്ല ഗ്രില്ലൊക്കെ ഇട്ട് നല്ല വെള്ളമുണ്ട് കേട്ടോ. വെള്ളമുണ്ട്. പക്ഷെ ഇത് തേകാതൊക്കെ കിടക്കുന്നുണ്ട്. പക്ഷെ നേരത്തെ നല്ലൊരു കുടിവെള്ള സ്രോതസ്സാന്ന് തോന്നുന്നു. ഒരു കാറ് വന്ന് കിടക്കുന്നുണ്ടോ? അവിടുന്ന് നേരെ പോകുന്നതാന്ന് തോന്നുന്നല്ലേ? അതെ അതെ അതെ. അത് അവിടുന്ന് വന്നാ പോസ്റ്റ് ഇടിച്ച് താഴോട്ട് വീണത് കേട്ടോ. നമ്മളിപ്പോ നിക്കുന്നത് കാഞ്ഞാർ എന്ന് പറയുന്ന സ്ഥലം. ഇത് ഞാൻ അവിടുന്ന് പോന്നപ്പോ തൊട്ട് തൊടുപുഴയാന്ന് പറഞ്ഞപ്പോഴേ ചോദിക്കാൻ തുടങ്ങിയത് നമ്മള് കുടയത്തൂർ വഴിയാണോ പോകുന്നതെന്ന്. ഒത്തിരി സ്ഥലങ്ങൾ ഇങ്ങനെ നമ്മള് കേട്ടിട്ടുണ്ട്. ഷൂട്ടിങ്ങുകളൊക്കെ നടക്കുന്നതും നല്ല ഭംഗിയുള്ള കുടയത്തൂർ കാണാനേ നല്ല ഭംഗിയാന്ന് പറയുന്നത് കേട്ടിട്ടുണ്ട്. നമ്മൾ അതിലേ ആയിരിക്കും പോകുന്നത് അല്ലേ? ഇത് കാഞ്ഞാറാണ്. കുടയത്തൂര് കാഞ്ഞാറല്ല, അടുത്തടുത്താ. എന്ത് വെള്ളം അല്ലേ? ഇനിയും മഴയായില്ലേ? വെള്ളം കിടക്കുന്നു. പക്ഷെ അതാ കാണുന്ന എല്ലാം തേക്ക് പ്ലാന്റേഷൻ ആണെന്ന് തോന്നുന്നേ. അതിന്റെ സൈഡിൽ കൂടെ വെള്ളം കൂടെ കയറി കിടക്കുന്ന സൈഡിൽ കൂടെ എല്ലാ മരങ്ങളും ഉണ്ട്. അങ്ങ് മേളിൽ കണ്ടോ ഒരു പള്ളി ഇരിക്കുന്നതാണ്. അതിന്റെ വെള്ളത്തിനകത്തൂടെ നിറയെ പോത്തും ഉണ്ട്, സൈഡിൽ കൂടെ എല്ലാം ആടും ഉണ്ട്, എല്ലാ സാധനങ്ങളും ഉണ്ട്. നല്ല സീനറി അല്ലേ? അതെ. ഇവിടെ ഒത്തിരി മലയാള പടത്തിന്റെ ഒക്കെ ഷൂട്ടിങ്ങുകളാണ്. നമ്മള് വെള്ളവും സീനറിയും കണ്ടോണ്ട് അമ്മ രണ്ടുപേരോടെ എന്നാന്നറിയാ തപ്പുന്നേ സാധനങ്ങൾ ഉണ്ടോന്നാ. സ്ക്രാപ്പ് യാർഡിൽ പോയി കോളിസിന്റെ സാധനം ഉണ്ടോന്ന് തപ്പുക. നമ്മള് കുടയത്തൂര് ഗ്രാമത്തിന്റെ ഉൾവഴികളിലൂടെയാണ് കേട്ടോ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒത്തിരി നാളായിട്ട് ആഗ്രഹിക്കുന്ന കുടയത്തൂര് കാണണം. കുടയത്തൂര് വന്നിട്ട് ഇവിടെ ഒരു പാലമൊക്കെ ഉണ്ട്. അവിടെ ഒക്കെ തപ്പി നമ്മൾ കയറി വന്ന, പക്ഷെ വഴിയെല്ലാം മാറിപ്പോയി. അതുകൊണ്ടോ ഇഷ്ടം പോലെ വെള്ളം കിടപ്പുണ്ട് കേട്ടോ. ഇതിനകത്തെ അപ്പുറത്തൊക്കെ ഉണ്ടല്ലോ തിരയടിക്കുന്ന പോലെ അല്ലേ? ഇഷ്ടം പോലെ. ഇങ്ങോട്ട് വന്ന വഴിക്കൊക്കെ ആൾക്കാർ ഇറങ്ങി കുളിക്കുന്നൊക്കെ ഉണ്ട് അവിടെ എല്ലാം. നമുക്ക് ഒരു കാര്യം, നമുക്ക് അപ്പുറത്ത് പോയി കഴിഞ്ഞാലേ ഒരു ചേട്ടനെ കണ്ടായിരുന്നു. പുള്ളി പറഞ്ഞത് കുറച്ചുകൂടെ മുന്നോട്ട് ചെന്ന് കഴിഞ്ഞാൽ മെയിൻ റോഡിൽ ചെന്നേച്ച് വീണ്ടും കയറി നമുക്ക് ഈ പാലമുള്ള സ്ഥലത്ത് ചെല്ലാന്നാ പറഞ്ഞത്. അങ്ങനെയുണ്ട്. കുടയത്തൂര് കണ്ടിട്ട് ഇഷ്ടപ്പെട്ടോ? നല്ല സ്ഥലമല്ലേ? വെറുതെ അല്ലേ ഇത് ഇവിടെ കുറെ സിനിമയൊക്കെ ഷൂട്ട് ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞതേ. എല്ലാം എവിടെ നോക്കിയാലും നല്ല നല്ല സ്ഥലങ്ങള്, മലകളും അടിപൊളി സീനറി, നല്ല മലകളും എന്ന് പറഞ്ഞാല് വെള്ളം. ഇത് നമ്മള് വന്ന വഴിക്ക് ഒത്തിരി സ്ഥലത്ത് കണ്ടില്ലേ ഇതുപോലെ വെള്ളം കയറി കിടക്കുന്നത്. കഞ്ഞാറൊക്കെ വന്നപ്പോ എന്നാ രസം. എല്ലാം ഇങ്ങനെ മിക്കവാറും വന്ന വഴിയില്ല. അവിടെ എല്ലാം ചെറിയ ചെറിയ ബിൽഡിങ്ങുകൾ, വീടുകളൊക്കെ ഉണ്ട്. വീടുകളും അതിന്റെ റോഡ് സൈഡിൽ കൂടെ എല്ലാം വീട്, പിന്നെ കുറെ പ്ലാന്റേഷൻ, വെള്ളം കയറി കിടക്കുന്നു. എല്ലാം നല്ല നല്ല സ്ഥലം. അപ്പൊ ഈ മഴ ആയി കഴിയുമ്പോഴത്തേക്കിനും ആ മലകളിൽ നിന്ന് മൊത്തം കുറവയാവും. കുറവായിട്ട് നല്ല വെള്ളച്ചാലുകളാവും എല്ലാം. ഇത് കണ്ടോ ഈ ആ ഒരു പാലം കണ്ടോ? പാലം കേട്ടോ. ഈ പിന്നെ മിക്കവാറുള്ള ഷൂട്ടിങ്ങിനകത്തുകളെല്ലാം ഈ പാലമുണ്ട്. കുടയത്തൂര് പാലം അല്ലേ? ഇവിടെ മെയിൻ ഒരു ലൊക്കേഷനാ. ചെറിയ വണ്ടികളൊക്കെ കയറി പോവും. അതെ അതെ അതെ. നല്ലൊരു പാലം. നല്ല ശാന്തസുന്ദരമായ അന്തരീക്ഷം അല്ലേ? ശരിക്കും പറഞ്ഞ ഒരു നല്ല ഒരു നാട്ടിൻപുറം എന്നൊക്കെ പറയുമല്ലേ എന്ന് പറഞ്ഞ സ്ഥലം. വൈകുന്നേരങ്ങളിലൊക്കെ വന്നിരിക്കാൻ നല്ല പറ്റിയ സ്ഥലം അല്ലേ? ഇവിടെ ഒരു സംഭവം വന്നപ്പോൾ ഞാൻ കണ്ടേ, ഇത് കണ്ടോ? അതായത് ഈ കുടയത്തൂരിന്റെ ഭംഗിയൊക്കെ ആസ്വദിച്ചേ ആർക്കെങ്കിലും ഒക്കെ സ്ഥലം വേണമെന്നുണ്ടോ ഇത് കണ്ടോ? ഇത് നല്ല അടിപൊളി ഒരു സ്ഥലമാണ്. ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് പ്ലോട്ട് ഫോർ സെയിൽ എന്ന്. വാങ്ങിച്ചിട്ട് നല്ലൊരു ബിൽഡിംഗ് പണിയുവാണെങ്കിൽ അതെ അതെ അതെ. റംബൂട്ടാനൊക്കെ ഇഷ്ടം പോലെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട്. നല്ല ഒരു പഴയ ഒരു ബിൽഡിംഗും ഉണ്ട്. അതെ. കുടയത്തൂരൊക്കെ ഇഷ്ടപ്പെട്ടോ? അടിപൊളിയാ, നല്ല സെറ്റാ അല്ലേ? നല്ല സ്ഥലം. നമുക്ക് അടുത്ത ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തോട്ട് പതുക്കെ പോയാലോ? അതിനു മുമ്പേ ചെറുതായിട്ട് എന്തെങ്കിലും കഴിക്കാൻ കിട്ടിയായിരുന്നെങ്കിൽ കൊള്ളായിരുന്നു. പോകുന്ന വഴിക്കാട്ടെ എടുത്തു തരാം കേട്ടോ. ഇവിടെ എവിടെയെങ്കിലും ഒരേക്കർ സ്ഥലം മേടിക്കല്ലേ? അതിനെന്തിനാ താമസിക്കാൻ നല്ല രസം. അതെ അല്ലേ? പക്ഷെ വേനലാകുമ്പോഴത്തേക്കും ചൂടുണ്ട്, നല്ല ചൂടുണ്ട് ഇവിടെ. ഇപ്പൊ തന്നെ നല്ല ചൂടാ.
എൻ്റെ ഒത്തിരി നാളത്തെ ആഗ്രഹമായിരുന്നു കുടയത്തൂർ ഈ പാലത്തിലൊന്ന് കയറി നിൽക്കണം എന്നുള്ളത്. അപ്പോൾ അത് സാധിച്ചില്ലേ? സാധിച്ചു. എങ്ങനെയുണ്ട് കുടയത്തൂർ ഗ്രാമത്തിന്റെ ഭംഗി? എങ്ങനെയുണ്ട്? അതെ, എന്നെങ്കിലും വന്ന് ഇതൊന്ന് കാണണമെന്ന്, ഈ പാലത്തിലൊന്ന് കയറണമെന്നും ഉണ്ടായിരുന്നു. അത് നടന്നുണ്ടായിരുന്നല്ലേ? അവിടെ ഒരു പക്ഷി നീർക്കാക്ക നല്ല രസമല്ലേ വെള്ളം കയറി കിടക്കുന്നത്? വെള്ളം കയറി കിടക്കുന്ന ഇഷ്ടം പോലെ വെള്ളം. അപ്പൊ ഇനിയിപ്പം കുടയത്തൂർ കാണിച്ചില്ലെന്ന് പറയല്ലോ കേട്ടോ. അതെ, എന്നാണ് കുടയത്തൂരിന്റെ ഭംഗി ഒരു അവർണ്ണനീയമാണ് കേട്ടോ. നല്ല സൂപ്പർ സ്ഥലമാണ്. നല്ല സ്ഥലമല്ലേ? കണ്ടാലും നോക്കി നിൽക്കാൻ തോന്നുന്നു. അതെ അതെ, ഒരു വശം മൊത്തം പറഞ്ഞ ചുറ്റും നോക്കിയാലും മല കാണാം. അതെ അതെ. രസം. ഈ പാലത്തിന് ഒരു പ്രത്യേകത ഉണ്ട് കേട്ടോ. ഈ പാലത്തിലേ ഈ വലിയ വാഹനങ്ങളൊന്നും വരികയില്ല, ചെറിയ വാഹനങ്ങളെ വരത്തുള്ളൂ. ഇതുകൊണ്ട് ഇപ്പൊ അവിടെ കണ്ടോ ചുമല ലൈറ്റ് കത്തി നിൽക്കുക. പിന്നെ ആ ചുമല ലൈറ്റ് അവിടുന്നുള്ള വണ്ടികൾ ആ സൈഡിൽ നിന്നുള്ള, പിന്നെ അപ്പുറത്തു നിന്നുള്ള വാഹനങ്ങൾ അവിടെ നിർത്തിയിട്ടേക്കുക. ഇനി ഈ ഗ്രീൻ ലൈറ്റ് ഇവിടെ കത്തി കഴിഞ്ഞാലേ അവിടെ നിന്നുള്ളതും കയറി പോകും. ഒത്തിരി സിനിമയില് ഉണ്ട് ഈ പാലം. മലയാള സിനിമയുടെ ഒരു മെയിൻ ലൊക്കേഷൻ അല്ലേ കുടയത്തൂര്? അപ്പൊ നമ്മളെ കല്യാണ ഫംഗ്ഷൻ നടക്കുന്ന സ്ഥലത്തെത്തി. കല്യാണം കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു. അതിന്റെ റിസപ്ഷനാണ് ഇവിടെ വെച്ചേ. കല്യാണം വയനാട്ടിൽ വെച്ചായിരുന്നു. അപ്പോൾ എല്ലാവർക്കും പോകാൻ പറ്റത്തില്ലല്ലോ, അതുകൊണ്ട് ഇവിടെ വെച്ചത്. അത് നമ്മുടെ പപ്പാടെ പെങ്ങടെ മോൻ്റെ കല്യാണമായിരുന്നു. എന്നുവെച്ചാൽ ചേട്ടനെൻ്റെയും മക്കളിൽ പെങ്ങടെ മോൻ്റെ കല്യാണം. അപ്പോൾ അമ്മയൊക്കെ വന്ന വഴി അങ്ങോട്ട് കയറിപ്പോയിട്ട് ഞാൻ വന്ന വഴിക്ക് ഡ്രസ്സൊക്കെ ഒന്ന് മാറി. നല്ല ചൂടാട്ടോ ഇവിടെ. തൊടുപുഴ തന്നെയാണ്. നമുക്ക് എന്നാൽ ഇനി ഫംഗ്ഷനൊക്കെ ഒന്ന് കണ്ടിട്ട് വരാം. റിസപ്ഷനും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞ് രാത്രിയായി. നമ്മൾ തിരികെ ഇടുക്കി വഴി നമ്മുടെ വീട്ടിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. രാത്രി കൊടുങ്കാട്. അതെ, കൊടുങ്കാട്. പേടിയാവുന്നുണ്ടോ? ഓ, പേടിയൊന്നുമില്ല. എന്നാ പേടി? സ്ഥിരമായിട്ട് രാത്രി വന്നോണ്ടിരുന്നത്. ചില സമയത്തൊക്കെ വരുമ്പോ അങ്ങനെയൊക്കെ കാണാം. ഓരോ മനുഷ്യനെ കാണാനില്ല. വല്ലപ്പോഴും ഒരു വണ്ടിയൊക്കെ ഓപ്പോസിറ്റ് പോകുന്നതേ ഉള്ളൂ അല്ലേ? അതൊക്കെ അത്രേ ഉള്ളൂ.